വുമൺ പ്രിസൺ ഓഫീസറുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നല്ലേ. ജനുവരി 24-നാണ് എക്സാം നടക്കുന്നത്. ഒറ്റ പരീക്ഷയായിട്ടേ നടക്കുന്നുള്ളൂ. അതിന് പ്രിലിംസ് ഇല്ല. അപ്പോൾ കഷ്ടിച്ചൊരു 10-60 ദിവസമൊക്കെ ഉണ്ടാവും. എന്നാലും ഞാനൊരു 50 ദിവസം റൗണ്ട് ചെയ്തിട്ട് ആ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ആ ടൈം ടേബിൾ മൊത്തത്തിൽ നമുക്ക് എന്തായാലും സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് തിരഞ്ഞെടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മലയാളം, 10 മാർക്ക് മാത്സ്, 10 മാർക്ക് കറണ്ട് അഫയേഴ്സ്, പിന്നെ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. അങ്ങനെ 60 മാർക്കിന് മൊത്തത്തിൽ ഇത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 60 മാർക്ക് അതിനായിട്ട് കിട്ടി. ബാക്കിയുള്ളതാണ് ജി കെ ഒക്കെ വരുന്നത്. അപ്പോൾ ജി കെയിൽ 8 മാർക്കിന് ഭരണഘടനയുണ്ട്. അപ്പോൾ 68 മാർക്കോളം അവിടെ ആയി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഏരിയാസ് മാത്രം നോക്കിയാൽ തന്നെ ഒരു 68 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് നമുക്ക് പിടിക്കാനുള്ള എന്തായാലും മാക്സിമം നമുക്ക് കിട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഏരിയ നമുക്ക് നന്നായിട്ട് നോക്കണം. പിന്നെ ബാക്കിയുള്ളത് 5 മാർക്കിന് വരുന്നത് ഭൂമിശാസ്ത്രവും ചരിത്രമൊക്കെ കുറേ ഉണ്ട്. എന്നാലും ഏകദേശം PSC പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഏകദേശം അതിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ധനതത്വശാസ്ത്രം 5 മാർക്കിനാണ്. പിന്നെ ബയോളജിയും ഉണ്ട്, ജീവശാസ്ത്രം. അതും കൂടി ഈ കുറച്ച് മാർക്ക് അധികമുള്ള ഏരിയാസൊന്നും നമ്മൾ ഈ 50 ദിവസം കൊണ്ട് നോക്കി തീർക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം മാർക്ക് നമ്മളെ കൈമേൽ കിട്ടും. വെറുതെ ചരിത്രം ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ കുറേ വായിക്കാനുണ്ടാവും. മാർക്ക് വേണ്ടെന്നല്ല, ഇതൊക്കെ ഓൾറെഡി പഠിച്ചവർക്കാണെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യാം. പക്ഷേ ഇതുവരെ തുടങ്ങാത്തവർ അത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നോക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പഠിക്കുന്ന ഏരിയാസ് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആക്കിയിട്ട് ഷോർട്ടാക്കിയിട്ടിടും. ഇത് ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.